ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക അഭയാർത്ഥികൾക്കായി വാതിൽ തുറന്നുകൊടുത്ത ഗ്രീസിൽ 5 വർഷത്തിനിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ 2000-ലേറെ തവണ അവഹേളനത്തിന് ഇരയായതായി സർക്കാർ റിപ്പോർട്ട്. അഭയാർത്ഥികളായി എത്തിയവരുടെ അതിക്രമങ്ങളിൽ ഭീതിയിലായിരിക്കുകയാണ് യൂറോപ്പിന്റെ കിഴക്കൻ കവാടമായ ഗ്രീസ്. ഗ്രീസിലെ മതകാര്യങ്ങൾക്കായുള്ള മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ക്രൈസ്തവ അവഹേളനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുള്ളത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ അനധികൃത കുടിയേറ്റം നടന്ന 2015-നും 2020-നും ഇടയുള്ള 5 വർഷത്തെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 5 വർഷത്തിനിടെ 2339 അവഹേളനങ്ങളാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന വസ്തുക്കൾ നശിപ്പിക്കുക, അവഹേളിക്കുക, മോഷ്ടിക്കുക, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുക, അഗ്നിക്കിരയാക്കുക തുടങ്ങിയവയാണ് സംഭവങ്ങളിൽ ഏറെയും. തീക്ഷ്ണമായ വിശ്വാസം പുലർത്തിവരുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ സമൂഹമാണ് ഗ്രീസിലുള്ളത്. തുടർച്ചയായ സംഭവങ്ങൾ വിശ്വാസികളിൽ ഭീതിയുയർത്തിയിരിക്കുകയാണ്. അനധികൃതമായി എത്തിയവരാണെങ്കിലും എല്ലാം അവഗണിച്ച് അവർക്കായി സൗകര്യമൊരുക്കിയത് വിനയായി മാറിയതിന്റെ ആശങ്കയിലാണ് ഗ്രീസിലെ ജനത ഇപ്പോൾ. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സമാന പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക കുടിയേറ്റക്കാർ കൂടുതലുള്ള ഫ്രാൻസും ജർമ്മനിയുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. 2017 പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മനിയിലെ ആൽപ്സ് ബവോറിയ മേഖലകളിൽ മാത്രം 200ഓളം ദേവാലയങ്ങളാണ് അക്രമത്തിനിരയായത്. ഇക്കാലയളവിൽ ലക്ഷക്കണക്കിന് ഇസ്ലാമിക അഭയാർത്ഥികളാണ് ജർമ്മനിയിൽ എത്തിച്ചേർന്നിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.